ആ എന്താ ശ്യാമളെ? സത്യേട്ടൻ പിണങ്ങിപ്പോയി. പിന്നെ പോയോ? ഇതിപ്പോ കഴിഞ്ഞ വർഷവും ഏകദേശം ഈ സമയത്ത് തന്നെയല്ലേ പോയത്? ഇപ്പൊ എന്താ കാര്യം? കൂട്ടാൻ നന്നായില്ലേ? എന്റെ മെമ്പറെ അതൊന്നും അല്ല കാര്യം. ഇതിനിപ്പോ പഞ്ചായത്തും മെമ്പറും ഒന്നും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അയാള് 4 ദിവസം കഴിയുമ്പോ വരണോ താൻ പോയിക്കോ. ഇതങ്ങനെയല്ല മെമ്പറെ. എപ്പൊ പിണങ്ങി പോയാലും 3-4 ദിവസം കഴിയുമ്പോ സത്യേട്ടൻ നമ്മുടെ വീടിന്റെ കിഴക്കേ വശത്ത് കൂടി സൈക്കിളിൽ ബെല്ലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. 2-3 പ്രാവശ്യം പോയി കഴിയുമ്പോ ഞാൻ കൈ കാണിച്ച് വിളിക്കും. അപ്പൊ പുള്ളി ഇങ്ങ് പോരും, അല്ലെങ്കിൽ ഞാൻ ചെന്ന് വിളിക്കും. പക്ഷെ ഇപ്രാവശ്യം വന്നില്ല. ഇനിയിപ്പോ ആ സൈക്കിൾ എങ്ങാനും പഞ്ചറായിട്ട് എവിടെയെങ്കിലും അരഞ്ഞിരിഞ്ഞ് നടക്കണ്ടാണാവോ? ഇപ്രാവശ്യം വേറൊരു കാര്യമുണ്ടോ മെമ്പറെ? എന്താ അത് പറ. എന്റെ മെമ്പറിന് അറിയാലോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കണം. തൊഴിലുറപ്പിന് പോയ പൈസയും കുടുംബശ്രീന്ന് ലോൺ എടുത്ത പൈസയും കൂട്ടി വെച്ചിട്ട് ഞാൻ എന്റെ ഈ മാല പണയം വെച്ചത് എടുത്തു. അതെന്താ അയാൾക്ക് നല്ല കാര്യല്ലടോ? നല്ല കാര്യല്ലേ? എന്നിട്ടോ പണയം വെക്കാൻ ചോദിച്ചോ? പണയം വെക്കാൻ ചോദിച്ചു. പിന്നെന്തേ? പുള്ളിക്ക് ഈ മാല കഴുത്തേലിട്ടോണ്ട് നടക്കണോന്ന് ഞാൻ കൊടുക്കുവോ? ഒരു 5 മിനിറ്റ് ഇടാൻ കൊടുക്കായിരുന്നു. അതെ ഈ ആയിരുന്നു കണ്ണിക്കണ്ട കിണർ കുഴിക്കാനും കായലിലെ പണിക്കൊക്കെ പോണ മനുഷ്യനാ. ഇതെങ്ങാനും ഊരി വെള്ളത്തിൽ പോയാ ഞാൻ ആരോട് ചോദിച്ചു? ഒന്നും ആയില്ലേടി? 24 മണിക്കൂർ സംശയിച്ചോണ്ട് നടന്ന എങ്ങനെ സംഭവിക്കാനാ? അതിന് എന്റെ ആങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ തന്നെയാണ് പറയേണ്ടത്. എടി ആണുങ്ങളെ നമ്മള് വശീകരിച്ചെടുക്കണം. എങ്ങനെ? നീ എന്റെ ആങ്ങളെ നീ എന്താ വിളിക്കാറ്? ഇച്ചായാന്ന്. ഇച്ചായ അതാണ്ട കിടക്കണം. അങ്ങനെയൊന്നും വരത്തില്ല അവന്മാര്. പിന്നെ ഏറ്റി വിളിക്കണം. എങ്ങനെ? ഇച്ചായ അങ്ങനെ വിളിക്കണം. എങ്ങനെ? അങ്ങ് കേറട്ട് മുകളിലേക്ക്. എന്റെ കൂടെ പറ. അത് കിട്ടണം, മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ നീ എങ്ങനെ വിളിക്കും? കറവക്കാരനെ വിളി വരും. എടി നിന്റെ ഭർത്താവിനെയാണോ നീ വിളിക്കുന്നത്? വശീകരിച്ച് വിളിക്കണോ? അപ്പൊ എങ്ങനെ വിളിക്കണം? അത് കിട്ടണം. ഈ 2 ഓക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പൊ റോസമ്മ ഇങ്ങനെയാണോ ചേട്ടാ നീട്ടി? എന്റെ ചേട്ടായിക്ക് അങ്ങനെ നീട്ടേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാലം ഇറച്ചിയിൽ തീർന്നോളും. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്ത് പറയുമ്പോഴും നീട്ടണം. അത്രേ ഉള്ളൂ. ഗംഗേ ആരറിയത്? ചേട്ടനായിരുന്നു. ഗംഗയെന്ന് വിളിച്ചപ്പോ കേട്ടില്ലേ? ഗംഗയെന്ന് നല്ല പേര് വിളിച്ചപ്പോ കേട്ടില്ല. നിന്റെ ചെവിയിൽ എന്തോടി ആപ്പിടിച്ച് വെച്ചേക്കോണം. അതൊക്കെ പോട്ടെ, ചേട്ടൻ ഇത് എവിടെ പോയേക്കുമായിരുന്നു? ഞാൻ നമ്മുടെ പറമ്പിൽ പോയതായിരുന്നു. യോ, ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കക്കൂസ് ഉണ്ടെന്ന്. അതിനല്ലെന്ന്. ബേബി ഷവർ എന്ന് പറഞ്ഞ പുതിയൊരു സാധനമുണ്ട് മഞ്ജു ചേച്ചി. അതായത് നിറവയറോടുകൂടി ഒരു പെണ്ണ്, ആ പെങ്കൊച്ച് ഒരു ചുമല ബലൂനകത്ത് ആൺകുട്ടീന്ന് എഴുതി വെക്കും, എന്നിട്ടൊരു നീല ബലൂനകത്ത് പെൺകുട്ടീന്ന് എഴുതി വെക്കും. എന്നിട്ട് ഇത് ഒരു സമയത്ത് അങ്ങ് വിടും. ഇത് ആദ്യം ഏതാണ് ഏറിപ്പോകുന്നത് അതാണ് കുട്ടിയെന്നാണ് വിശ്വാസം. എൻ്റെ ആന്റിയുടെ മോളുടെ വീട്ടിൽ ചെന്നപ്പം കാണാം നിറവയറോടുകൂടി കൊച്ചിതും പിടിച്ച് നിൽക്കുന്നു. ഇപ്പുറ സൈഡിൽ ആന്റിയൊക്കെ പൂര പ്രാർത്ഥന ആങ്കൊച്ചായിരിക്കണേ, ഇപ്പുറ സൈഡിലാണ് പെങ്കൊച്ചായിരിക്കണേ. ഞാൻ നോക്കിയപ്പോൾ കൊച്ചിൻ്റെ അച്ഛൻ ജല്ലി പിടിച്ച് പൊങ്ങിയാലും പൊട്ടിയാലും കുഴപ്പമില്ല കർത്താവ് ഇത് എൻ്റെ തന്നെ ആയിരിക്കണം.